ഹായ്, നവരൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസീന സത്യകുമാർ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ മീൻ കറിയാണ്. അതിൽ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പച്ചമുളകാണ് കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പച്ചമുളകിന് പകരം കാന്താരിയാണ് കിട്ടുന്നതെങ്കിൽ അതും ഉപയോഗിക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതാ മീൻ കറീൻ്റെ ഇൻഗ്രീഡിയൻസാണിത്. പച്ചമുളകാണ് കൂടുതൽ വേണ്ടത്. ചുവന്ന മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി വേണ്ട, ചുവന്ന മുളക് പൊടി കുറച്ച് മതി. ഉപ്പ് ആവശ്യത്തിന്. കുടംപുളി അല്ലെങ്കിൽ വാളംപുളിയാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ വയറിനൊന്നും കൂടി ഗുണം കുടംപുളിക്കായതുകൊണ്ട് കുടംപുളി എടുക്കുകയാണ്. ആവശ്യത്തിന് കറിവേപ്പില. മഞ്ഞളാണ് കുറച്ച് ഈ മുളക് പൊടിയേക്കാളും അധികം എടുക്കേണ്ടത്. പിന്നെ നാളികേരം അരമുറി. ഇത് വലിയ തേങ്ങയാണ്, അപ്പോൾ അതിൻ്റെ അരമുറി ഒന്നും വേണ്ട, അതിൻ്റെ മുക്കാൽ മതി. പിന്നെ മത്സ്യം ഇതാണ് ഇന്നെടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് മത്തി, അയില, നെത്തോലിയൊക്കെ ഈ രൂപത്തിൽ തന്നെ വയ്ക്കുക. ഇതിലേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഞാൻ ഇടുന്നില്ല. പച്ചമുളകാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. ഇനി ഈ പച്ചമുളകും തേങ്ങയും കൂടി നല്ല മയത്തിൽ അരച്ചിട്ടാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചട്ടിയിൽ വെള്ളം, മീൻ ആവശ്യത്തിന് മുങ്ങാൻ മാത്രമുള്ള വെള്ളം വേണം. അത് എത്രയാണെങ്കിൽ ആ കണക്കിനെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുടംപുളി ഇട്ടിട്ട് തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ കുടംപുളി ഇട്ടില്ല. തിളച്ച വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ ആ ഒരു ചുവ മാറി കിട്ടുള്ളൂ. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തോടു കൂടി ഇടരുത്. തിളച്ചിട്ടിട്ട് അല്ലെങ്കിൽ ചൂടായിട്ടിട്ട് കുടംപുളി ഇടുക. കുടംപുളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ പുളി ഇറങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് പുളി ഇറങ്ങട്ടെ. മുളകും മഞ്ഞളും ഇട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ മീൻ കണ്ടോ, എപ്പോൾ നമ്മൾ മീൻ നന്നാക്കിയാലും കുറച്ച് മഞ്ഞളോ മുളക് പൊടി എന്തെങ്കിലും ഒന്ന് പുരട്ടിയിട്ട് വെറുതെ വെക്കണം. എന്നാലേ ആ ഒരു നിറം നമുക്ക് തിളച്ച് ഇതിലേക്ക് ഇടുമ്പോൾ നിറം, അല്ലെങ്കിൽ പച്ച ആയിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എപ്പം മത്സ്യം നന്നാക്കിയാലും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്ന് പുരട്ടി വെക്കണം, നല്ലതായിരിക്കും. ആ ഒരു നിറം കൂടി അതിലേക്ക് പിടിക്കും. അപ്പോൾ ഞാനിത് അതിലേക്ക് ഇടാൻ പോവുകയാണ്. പതുക്കെ ചട്ടുകം കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ അങ്ങനെ പതുക്കെ വയ്ക്കുക, തിളയ്ക്കാൻ അനുവദിക്കുക. മീൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം തിളച്ചൊന്ന് അതിൻ്റെ പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങട്ടെ, മത്സ്യത്തിലേക്ക് ഇറങ്ങട്ടെ. എപ്പോഴും നമ്മൾ മത്സ്യം, ഇറച്ചി എന്ത് കൊണ്ടുവന്നാലും വീട്ടിലേക്ക് എന്ത് കൊണ്ടുവന്നാലും നമ്മൾ നന്നാക്കിയിട്ട് ചെറിയ കവറിലാക്കിയിട്ട് വെച്ചാൽ മതി. ഇന്ന് ആവശ്യം നമ്മൾ എത്ര ഒരു ദിവസം വീട്ടിൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കവറുകളിൽ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അതെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതാ നാളികേരം അരച്ച് റെഡി ആയിട്ടുണ്ട്. തേങ്ങ പച്ചമുളകും ചേർത്ത് നല്ല മയത്തിൽ അരച്ചത് അത് ഇനി ഇതിലേക്ക് ചേർക്കുക. മത്സ്യം വന്നിട്ടുണ്ട്. ഇതിൽ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ അവസാനം ഒഴിക്കുക. എല്ലാവർക്കും വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴുകി ഒഴിച്ചാൽ മതി, വല്ലാതെ ഒഴിക്കരുത്. ഇനി തീയൊന്ന് കൂട്ടിയിട്ട് പതുക്കെ മത്സ്യം ഉടയ്ക്കാതെ, അല്ലാതെ തിളച്ച് മറിയാൻ പാടില്ല. തിളച്ച് മറിഞ്ഞാൽ അത് പിരിപിരാന്നിരിക്കും, പീര പോലെ ഇരിക്കും. സൈഡിൽ നിന്ന് നല്ല തിള വരുമ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ അതിലിരുന്ന് വെന്തോളും. ചട്ടിയല്ലേ. മുളക് പൊടി തീരെ ഇടണം ഇത് ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നല്ല മഞ്ഞ കളറിൽ കിട്ടും കറി. നാല് ഭാഗത്തും തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. കറിവേപ്പില നല്ലപോലെ കറിവേപ്പില ഇടുക, നല്ല കറിവേപ്പില ഇടുക. ഇനി ഓഫ് ചെയ്തു. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, ഇന്ന് ഞാൻ ഒഴിക്കണില്ല. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇത് അടച്ച് വയ്ക്കാം. മീൻകറി റെഡി.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, വളരെ സ്വാദുമുള്ളതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമസ്കാരം.